സഭയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. ഈ കുടുംബങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന ദൈവവിളി അനുഭവങ്ങൾ തേടിയുള്ള ഗ്രീൻ റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന മാവേലിക്കര രൂപതയിലാണ്. നമ്മോടൊപ്പം ഉള്ളത് മാവേലിക്കര രൂപതയിലെ തന്നെ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ 3 മക്കളിൽ 2 പേര് അച്ഛന്മാരാണ്, ദൈവവിളി സ്വീകരിച്ചവരാണ്. നമുക്ക് തീർച്ചയായും അവരുടെ വിശേഷങ്ങളും അവരുടെ ദൈവവിളി അനുഭവങ്ങളും ഒക്കെ കേൾക്കാം. നമുക്ക് ഗ്രീൻ റൂമിലേക്ക് പോകാം. ഈശ്വരശേഖരിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ കാണാൻ സാധിക്കുന്നതിൽ. നമുക്ക് കുടുംബനാഥൻ തന്നെ പരിചയപ്പെടുത്തി തുടങ്ങാമോ? പരിചയപ്പെടുത്താം. എൻ്റെ പേര് KS കുര്യാക്കോസ്. ഞാൻ മാവേലിക്കര രൂപതയിലെ വെട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇടവകയിൽപ്പെട്ടാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു സൂപ്രണ്ടായിട്ട് 42 വർഷം ജോലിയൊക്കെ ചെയ്ത് ഇപ്പോൾ റിട്ടയർ ചെയ്ത് ജീവിക്കുകയാണ്. ഇതെൻ്റെ ഭാര്യ ലിസി കുര്യാക്കോസ്, കറ്റാണം പോപ്പേ സ്കൂളിലെ ടീച്ചറായിരുന്നു. ടീച്ചറിന് റിട്ടയർ ചെയ്തു. ഇതെൻ്റെ മൂത്ത മകൻ ജോബിനച്ചൻ, OIC കോട്ടയത്ത് വടവാതൂർ ആശ്രമത്തിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. അവിടുത്തെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ മകനാണ് ജിബിനച്ചൻ. അച്ഛനിപ്പോൾ തോട്ടപ്പള്ളിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടുത്തെ 2 ഇടവകയുടെ വികാരിയും സെൻട്രൽ സ്കൂൾ മതബോധന ഡയറക്ടറൊക്കെയാണ്. മൂന്നാമത്തെ മകനാണ് മെൽവിൻ കുര്യാക്കോസ്. മെൽവിന് ഷാലോമിൽ TV സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. മെൽവിൻ്റെ വൈഫ് അഞ്ജലി ബിജു. മെൽവിൻ്റെ മൂത്ത മകളാണ് റേമ മെൽവിൻ ഇപ്പോൾ കയ്യിലുള്ളത്. ഒരു മകനെ കൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു. ആ മകനെ ഡെലിവറി ഇന്നലെ ആയിരുന്നു, ഹോസ്പിറ്റലാണ്, അതുകൊണ്ടാണ് വരാൻ സാധിക്കായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. 2 വൈദികരുണ്ട്, ഒരാൾ ശാലോമിലുമാണ്. മൊത്തത്തിൽ ദൈവവിളിക്ക് വേണ്ടി തന്നെ ഒരു കുടുംബം മുഴുവനായിട്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പച്ച 2 മക്കള് പൗരോഹിത്യം തിരഞ്ഞെടുത്തു, ഒരാൾ ദൈവവേലയായിട്ട് അൽമാനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇങ്ങനെ ഒരു വലിയൊരു ദൈവവിളിയാണ് ഈ കുടുംബത്തിന് ലഭിച്ചത്. അപ്പച്ചന് അതിനു വേണ്ടി എങ്ങനെയാണ് ചെറുപ്പം മുതൽ ഇവർ ഒരുക്കിയിരുന്നോ? തീർച്ചയായിട്ടും ഒരുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ പിതാവിന് ഞാനൊരു വൈദികനാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ പിതാവ് ആ ആഗ്രഹത്തിലാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ഞാനൊരു ബഥനി സന്യാസ സമൂഹത്തിലെ ഒരു അപ്പസ്റ്റോലിക് സ്റ്റുഡൻ്റായിട്ട് മുതൽ ഒരു 3 വർഷക്കാലം ഞാനവിടെ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച സമയത്താണ് എനിക്ക് പ്രത്യേകിച്ച് ചെവിക്കൊരു ചെറിയ കേൾവിക്കുറവുണ്ടായിരുന്നു. അതൊരു വലിയ പോരായ്മയായിട്ട് പരിഗണിച്ചിട്ട് എന്നെ ആശ്രമത്തിൽ നിന്നും വിട്ടതാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വലിയൊരു നിരാശയായിരുന്നു, ഒരു വൈദികനാകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. അന്ന് മുതൽ ഞാനും ആഗ്രഹിച്ചിരുന്നു, ഇനി ഭാവിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു വൈദികനാകണമെന്ന് എനിക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അങ്ങനെ മൂത്ത മകൻ വളർന്നു വലുതായി 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ആശ്രമത്തിൽ ചേർന്നു, വൈദികനായി. അപ്പോൾ തന്നെ രണ്ടാമത്തെ മോനും പറഞ്ഞു ഞാനും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ മോനും സെമിനാരിയിലാണ് ചേർന്നത്. സെമിനാരിയിൽ ചേർന്ന് ഇടവക വൈദികനായിട്ട് മാറി. മൂന്നാമത്തെ മോനും പറഞ്ഞു ഞാനും പോകണമെന്ന്. ഞാൻ പറഞ്ഞു നീ പോകണ്ട, നമ്മുടെ സഭയിൽ ഇനിയും വൈദികരെയൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് അവനത് കേട്ട് നിന്നു. ഏതായാലും ഇപ്പം ശാലോമിലായി, ദൈവ ശുശ്രൂഷയിലായി. അത് നല്ലതാണ്, കാരണം ഞങ്ങൾ 2 പേരും ഇപ്പം ഞങ്ങളുടെ സഭയിലെ കൈവപ്പൊക്കെ കിട്ടി സുവിശേഷ സംഘത്തിലെ അംഗങ്ങളാണ്. ചുരുക്കം പറഞ്ഞാൽ 5 പേരും ദൈവ ശുശ്രൂഷയിൽ തന്നെ ഏർപ്പെടുവാനായിട്ട് സാധിക്കുന്നു. അമ്മച്ചിയുടെ ഒരു കാര്യം, ഇപ്പോൾ അപ്പച്ചൻ്റെ കാര്യം മനസ്സിലായി, അപ്പച്ചന് ഇതിന് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇത് ചെറുപ്പം തൊട്ടേ ഇതിനോടൊരു ചായ്വ് ഉണ്ടായിരുന്നു, ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അച്ഛനാകാനായിട്ടോ? അല്ലെങ്കിൽ അമ്മച്ചി എങ്ങനെയാണ് ഇതിന് എന്താ പറയുക പ്രാർത്ഥിച്ച് ഇവരെ ഒരുക്കുമായിരുന്നു? അമ്മച്ചിയുടെ ആ ഒരു കാലഘട്ടം ഒന്ന് പറയാമോ? ഇവർ ചെറുപ്പം മുതലേ തന്നെ ഒരു പ്രാർത്ഥന അരൂപിലാണ് വളർന്നു വന്നത്. ഞങ്ങളുടെ വീട് ദേവാലയമായിട്ട് കുറച്ച് അടുത്തായതുകൊണ്ട് വൈദികരും സിസ്റ്റേഴ്സൊക്കെ വീട്ടിൽ വരും, അവരുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു. കുർബാനയിലൊക്കെ ഒന്നും പങ്കെടുക്കാനൊക്കെ പോകും. അതുകൂടാതെ ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരുമ്പോൾ ദേവാലയത്തിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ വീട്ടിലൊരു കർത്താവിനെ അടക്കമൊക്കെ ഉണ്ട്. ഇവർ 2 കൂടെ ചേർന്ന് ഒരു കുഞ്ഞ് സ്റ്റാച്ചു ഉണ്ടായിരുന്നു, ആ സ്റ്റാച്ചു ഒക്കെ വെച്ച് കർത്താവിനെ അടക്കും. ഈസ്റ്ററിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ കർത്താവിനെ ഏർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ദേവാലയത്തിലെ ശുശ്രൂഷകളെല്ലാം തന്നെ വീട്ടിൽ വീണ്ടും വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥനയുടെ ഒരു അരൂപിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വളർന്നത് 7 യാമങ്ങളിലുള്ള പ്രാർത്ഥന നിർബന്ധമായിരുന്നു പപ്പായ്ക്ക്. അപ്പോൾ അത് 3 പ്രാവശ്യമായിട്ട് ഞങ്ങൾ ചൊല്ലും. അപ്പോൾ അതിലെല്ലാം ഇവർ പങ്കെടുക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അരൂപി ഉണ്ടായിരുന്നു. എനിക്ക് മൂത്ത മോൻ പോകുമ്പോൾ സന്തോഷമായിരുന്നു, മൂത്താളിനെ വൈദികനാക്കണം. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ
വളർന്നു വന്നതും ആ ഒരു ചിന്തയിൽ തന്നെയാണ് വളർന്നു വന്നത്. പക്ഷേ രണ്ടാമത്തെ ആൾ പോയപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ തന്നെ അല്ല, ഞങ്ങളുടെ ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാം വന്ന് രണ്ടാമത്തെ ആളിനെ വിടാതിരിക്കാൻ എനിക്കും അതിനുള്ള പ്രോത്സാഹനം തരും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. ആദ്യം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മോൻ പോയായിരുന്നു. അന്നപ്പോഴത്തേക്ക് പപ്പായ്ക്ക് കോഴിക്കോട് ട്രാൻസ്ഫറായി. അപ്പോൾ ഇനി വിളിച്ചുകൊണ്ട് വന്നു. സെമിനാരിൽ ചേരുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി അവിടെ ചേരാൻ തന്നെ തീരുമാനിച്ചു. അന്നേരമാണ് ട്രാൻസ്ഫർ ആയതും തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഒരു വിചാരം +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ മനസ്സൊക്കെ അങ്ങ് മാറും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ 2 വർഷവും ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല വീട്ടിൽ. മാറുന്നെങ്കിൽ മാറിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴും മോന് ആ ഒരു ചിന്തയെ തന്നെ പിടിച്ചു നിന്നു. അപ്പോൾ എന്നോട് പറയുന്നില്ല പോകുന്നോ ഇല്ല എന്നുള്ളവർ. അപ്പം പപ്പ ചോദിച്ചിങ്ങനെ മമ്മിയോട് പറയണ്ടായോ, അടുത്ത് വന്നാൽ മാത്രം പറഞ്ഞാൽ മതിയോ, ദിവസം ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അന്നേരം മോൻ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അബ്രഹാം ഇസഹാക്കിനെ മോറിയാമലയിലേക്ക് കൊണ്ടുപോയത് സാറായോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴേ മമ്മിയോട് പറയണ്ട, ആ പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദിവസങ്ങൾ അടുത്ത 1-2 ദിവസം ആയപ്പോഴാണ് എന്നോട് പറഞ്ഞു പോകുന്നതിൻ്റെ. അവരെല്ലാം അങ്ങ് തീരുമാനിച്ച് വെച്ചേക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അവിടെ സെമിനാരി കൊണ്ട് ഞാനും വിടാൻ പോയിട്ടുണ്ടായിരുന്നു. വിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആശ്വാസവും സന്തോഷമൊക്കെ ഉണ്ടായി. പിന്നീട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. മോന് ഒരു ആദ്യത്തെ അവധിക്ക് വന്നപ്പം മോനൊരു വിഷമം ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആ നോയമ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വളരെ ഓക്കെ ആയി. ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഏറ്റവും നന്നായിട്ട് 2 വൈദികരുടെ അമ്മയാകാൻ സാധിച്ചതിൽ, അവരുടെ 2 പേരും കൂടെ ചേർന്ന് കുർബാനയെ അർപ്പിക്കുമ്പോൾ അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഭയങ്കര വലിയൊരു സാക്ഷിയാണ് അല്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മുടെ സന്തോഷം. അതായത് എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കുന്നത്. അതായത് അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, സെമിനാരിയിൽ നിന്ന് വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ സാധാരണ മക്കളെ പിരിയുമ്പോൾ ഭയങ്കര ഒരു സംഘം, പക്ഷേ അത് എത്രത്തോളം ഈശോയുടെ ഒരു ഇടപെടലുണ്ടെന്ന് അമ്മച്ചിയുടെ ആ സന്തോഷത്തിൽ നിന്ന് തന്നെ നമുക്കത് ക്ലിയറാണ്. ജോവിനച്ച, അപ്പച്ചൻ ഇച്ചിരി മുമ്പ് പറയുകയുണ്ടായി, അച്ഛനാവാൻ പോയി, ഒരു സന്യാസാശ്രമത്തിലാണ് പോയത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഈശോയുടെ ഹിതം മനസ്സിലാക്കി തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അപ്പച്ചനെ കൊണ്ട് സാധിക്കാത്ത ഒരു സംഗതി, അത് എന്നിലൂടെ സാധിക്കണം എന്നൊരു ഇതിൽ പോയതാണോ? അതായിരുന്നോ ദൈവവിളിയുടെ ആരംഭം? എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പ പറഞ്ഞതുപോലെ തന്നെ വല്യപ്പച്ചൻ്റെ പേരാണ് എനിക്ക് മാമോദീസ നാമമായിട്ട് ലഭിച്ചത്. സാമുവേൽ എന്നാണ് ആ പേര്. നമുക്കറിയാം, പഴയ നിയമത്തിലെ സാമുവേൽ ദേവാലയത്തിൽ ജീവിച്ച പ്രവാചകനാണ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതിയാണ്. എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ദേവാലയത്തോട് ചേർന്ന് വീടായതുകൊണ്ട് എപ്പോഴും ഓടി പള്ളിയിലേക്ക് പോകുവാനും ഞങ്ങളുടെ ദേവാലയത്തിൽ ബഥനി വൈദികർ തന്നെയായിരുന്നു ഇടവക വികാരിമാരായിട്ട് വന്നത്. ഞാൻ പഠിച്ചതും ബഥനി സ്കൂളിലാണ്. അപ്പോൾ ദേവാലയത്തിലും സ്കൂളിലും ഈ കാവിയിട്ട അച്ഛന്മാരെയാണ് ഞാൻ കൊച്ചിലേ മുതലേ കണ്ടു വളർന്നത്. അപ്പോൾ അവരുടെ ഒരു സന്തോഷവും അതുപോലെ തന്നെ അവർ ഈശോയെ സ്നേഹിക്കുന്ന അവരുടെ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും കണ്ടു വളരുവാൻ എനിക്ക് സാധിച്ചു. അതെന്നെ ശരിക്കും സ്പർശിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലെ പ്രാർത്ഥനയും നല്ലൊരു ആധ്യാത്മികമായൊരു അന്തരീക്ഷം വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും ലഭിച്ചിരുന്നു. ഈ പ്രോത്സാഹനവും സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും വീട്ടിലെ വലിയ പ്രോത്സാഹനവുമാണ് ഒരു വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം എന്നിൽ ഉദിപ്പിക്കുകയും എല്ലാവരും സപ്പോർട്ടായതുകൊണ്ടും അത് ഈശോയുടെ ആഗ്രഹമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മറ്റൊരു ചിന്തയുമില്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4ാം ക്ലാസ് മുതലേ എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് 3ലും 4ലുമൊക്കെ പഠിക്കുമ്പോൾ വിശുദ്ധരുടെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായനകളെല്ലാം പ്രത്യേകിച്ച് ഡൊമിനിക് സാവിയോടെയും വിശുദ്ധ മരിയ ഗൊരേത്തിയുടെയും ഉച്ചിത്രേസ്യയുടെയും ഒക്കെ ഒരു വായനയിലൂടെ, അപ്പോൾ അവർ ഈ വിശുദ്ധരെല്ലാം ഈശോയെ സ്നേഹിച്ച് വിശുദ്ധരായിട്ട് ജീവിച്ച പോലെ എനിക്കും ഒരു വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വൈദികനായിട്ട് പുരോഹിതനായിട്ട് ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹം കുഞ്ഞിലേ മുതലേ ഉണ്ടാവുകയും ഞങ്ങളുടെ വൈദികരത് പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ 1997 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിൽ ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ആരംഭം മുതൽ വളരെ ക്ലിയറാണ്. അതായത് സാമുവേൽ പ്രവാചകനോടുള്ള ഒരു ഉപമയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അച്ഛൻ്റെ ലൈഫിൽ തന്നെ ഇത് കാണും. അച്ഛാ, ഇപ്പോൾ ബഥനി അച്ഛന്മാരാണ് അച്ഛൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷേ അച്ഛൻ കണ്ടു വളർന്നത് ഈ ഇടവക ശുശ്രൂഷയുടെ ഒരു ഇതൊക്കെയാണല്ലോ. അപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്യാസം കൂടി ഓപ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്? ബഥനി വൈദികരായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിലും ഞങ്ങളുടെ ദേവാലയത്തിലും.
എനിക്ക് മറ്റ് ചിന്തയൊന്നുമില്ലായിരുന്നു. ഈ കാവ്യ അച്ഛന്മാരെ പോലെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് സന്യാസ ജീവിതം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നയിക്കുകയും ചെയ്യാം, എന്നാൽ ദേവാലയത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോവുകയും ചെയ്യാം. അപ്പം ഒരുപോലെ തന്നെ ഒരു പുരോഹിതനായും ഒരു സന്യാസിയുമായി ജീവിക്കുവാൻ സാധിക്കും. കൊച്ചിലെ എനിക്ക് സന്യാസം എന്താണെന്ന് വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ മാർ യോഹന്നാനോസ് തിരുമേനിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ ഈ ബഥനി ആശ്രമത്തെക്കുറിച്ച് ശരിക്കറിയാമായിരുന്നു. ബഥനി ആശ്രമത്തിൽ ചേരുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഇന്ത്യൻ സന്യാസ രീതിയും കൂടെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ ശബരിമലയിൽ പോകുന്ന ആളുകളെല്ലാം കാവി ഇട്ട് പോവുക, അല്ലെങ്കിൽ ഈ ടി വിയിലൊക്കെ ആണെങ്കിൽ മുനിമാരെയും ഋഷിമാരെയും ഒക്കെ കാവി ഇട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാവിയുടെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് എന്നിൽ ഉണ്ടായിരുന്നു. കാവിയിട്ട് തന്നെ ജനങ്ങളെ ശുശ്രൂഷിക്കണം എന്നൊരു ആഗ്രഹം, അതാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ എവിടെയാണെന്നുള്ളതെന്ന് പറയാമോ? ഞാൻ ഇപ്പോൾ ബഥനി ആശ്രമത്തിൻ്റെ ജനറലേറ്റ് മന്ദിരം കോട്ടയത്ത് കളത്തിപ്പടിയിലാണ്. അവിടെ സെക്രട്ടറി ജനറലായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലങ്കര സഭയിലെ ആദ്യത്തെ കോൺഗ്രിഗേഷനാണ്. 1919 മുണ്ടൻമലയിൽ റാന്നിയിലുള്ള പെരുന്നാടാണ് മാർ യോഹന്നാനോസ് തിരുമേനി ഈ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചത്. പിതാവ് മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ സഭയിലായിരിക്കുമ്പോഴാണ് ഈ സന്യാസ സമൂഹം സ്ഥാപിച്ചത്. ചരിത്രത്തിൽ വലിയൊരു സ്ഥാനം ഇതിനുണ്ട്. പ്രധാനമായിട്ട് മാർ യോഹന്നാനോസ് തിരുമേനി ലക്ഷ്യം വെച്ചത്, പിതാവിൻ്റെ തന്നെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, ഉത്തമം ദൈവസേവനം, അത്യുത്തമം ദൈവസമ്പാദനം എന്നുള്ളതായിരുന്നു. അപ്പോൾ ദൈവസേവനത്തേക്കാൾ കൂടുതലായിട്ട് ദൈവസമ്പാദനം നേടുക എന്നൊരു വലിയൊരു ലക്ഷ്യത്തോടെയാണ് മാർ യോഹന്നാനോസ് തിരുമേനി ഈ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചത്. അതിൻ്റെ പേര്, ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ബഥനി മിശിഹ അനുകരണ സന്യാസി സമൂഹമെന്നാണ്. അപ്പോൾ മിശിഹായെ, ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും കർമ്മ ജീവിതത്തിലും. പിതാവ് 1919 ബഥനി സമൂഹം സ്ഥാപിച്ചു. പിന്നീട് 1930 പിതാവ് കത്തോലിക്ക സഭയുമായിട്ട് പുനരൈക്യപ്പെട്ടു. ഞങ്ങളുടെ ബഥനി സന്യാസ സമൂഹം ആദ്യം തിരുവനന്തപുരം രൂപതയിലും തിരുവല്ല രൂപതയിലുമായി വളർന്നു വന്നു. 1966 പൊന്തിഫിക്കലായിട്ട് സമൂഹം മാറുന്നത്. പിന്നെ 2000 2 പ്രോവിൻസ് രൂപപ്പെട്ടു, തിരുവനന്തപുരത്തും തിരുവല്ലയിലും. ഇപ്പോൾ ആലുവയിലാണ് ഒരു പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലേറ്റ് എന്ന് പറയുന്നത്. 300 അംഗങ്ങളാണ് ഈ ബഥനി സന്യാസി സമൂഹത്തിൽ ഉള്ളത്. ജിമിനച്ച, അമ്മ പറഞ്ഞു വെച്ച് മനസ്സിലായി അമ്മയായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇത്രയും വേണ്ട എന്ന് പറഞ്ഞപ്പോഴും എങ്ങനെയാണ് ഇത് ഈ ഒരു വിളിയിലേക്ക് തന്നെ പോകാനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെ ഈ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ സാധിച്ചത്? അത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, ചേട്ടൻ ഏതാണ്ട് 4ാം ക്ലാസ് മുതൽ ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹം അവിടെ പറയുകയും വീട്ടിൽ വരുന്ന അച്ഛന്മാരും പള്ളി വരുന്നവരും എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഞാനന്ന് വളരെ കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ ഈ ഒരു പൗരോഹിത്യത്തോടൊരു വലിയ സ്നേഹവും അതിൻ്റെ മാഹാത്മ്യമൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് ചേട്ടൻ അവധിക്ക് വരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടൻ ആശ്രമത്തിൽ ചേരുന്നത്. അപ്പോൾ അതിനുശേഷവും ഇങ്ങനെ വൈദികനാണോ എന്നുള്ളൊരാഗ്രഹം എൻ്റെയും മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചില്ല ചേട്ടൻ പോയതുകൊണ്ട് എന്നെ ആരെങ്കിലും തടയുമോ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറയുന്നത്, അത് ചേട്ടൻ പോകുന്നത് കണ്ടിട്ട് അതിലങ്ങ് പോവുക, അല്ലാതെ അവൻ ഒരു നല്ല തീരുമാനം എടുത്തതൊന്നും അല്ല, കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാതെ ധ്യാനത്തിനൊക്കെ പോയി. 10ാം ക്ലാസ് ധ്യാനത്തിന് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് സെമിനാരിൽ എടുക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് എന്നെ വീട്ടിൽ നിന്ന് വന്ന് പപ്പയും മമ്മിയും കൂടെ വന്ന് എന്നെ തിരിച്ച് വിളിച്ച് അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവർ പറഞ്ഞത് +2 കഴിഞ്ഞിട്ട് ഒരു നല്ല ശരിയായ തീരുമാനം എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ ആലോചനയും ഒക്കെയാണ്. ശരിക്കും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആലോചിക്കാം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലും വന്നു. ധ്യാനമൊക്കെ കൂടി. അപ്പോൾ അതനുസരിച്ചാണ് +2 ഒക്കെ പഠിച്ചത്. അപ്പോൾ എല്ലാവരും അതിനുശേഷം എല്ലാവരും എന്നോട് ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഞാൻ കണ്ടത്. ആരെങ്കിലും അച്ഛനാവണമെന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും വന്നിട്ട്, ചേട്ടൻ പോയില്ലേ, ഒരാൾ പോയില്ലേ, നീ ഇവിടെ വീട്ടിൽ വേണം എന്നുള്ള രീതിയിൽ ഒത്തിരി പേര് സംസാരം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അച്ഛനാകുന്നതിനെക്കുറിച്ച് അധികം ആരോട് പിന്നെ പറഞ്ഞില്ല. പിന്നെ +2 എല്ലാം കഴിഞ്ഞ് കുറേ അവധി സമയത്താണ് ഞാനിങ്ങനെ ആരോടൊക്കെയോ ഇങ്ങനെ ആലോചന ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോയത് തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ മൈനസ് സെമിനാറിലാണ്. അപ്പോൾ ഇങ്ങനെ അച്ഛനാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടൻ ആശ്രമത്തിലാണ്, ആശ്രമം കുറച്ചുകൂടി സ്ട്രിക്റ്റാണ്,
അപ്പം അവിടെ അവധിയൊക്കെ കുറവാണ്, വെക്കേഷനൊക്കെ വീട്ടിൽ വരുന്നതൊക്കെ കുറവാണ്. അതേസമയം രൂപതയിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ രൂപതയിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വികാരി അച്ഛന്മാരൊക്കെ ബദനിയിലെ അച്ഛന്മാരായതുകൊണ്ട് രൂപതയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഇത് ആരോട് പറയണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ അന്നേരം യൂത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ യൂത്തിലെ ഈ രൂപതയിൽ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരോടൊക്കെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ സെമിനാരിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒരച്ഛൻ എന്നോട് പറഞ്ഞത്, സെമിനാറിലെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, പോകാൻ പറ്റത്തില്ല, ഇനി എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇനിയും എനിക്ക് അവിടെ പോകാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം തോന്നി. അതനുസരിച്ച് ഞാൻ പിന്നെ എന്തെങ്കിലും തുടർന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആരോടും പറയുന്നില്ല, തുടർന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ വഴി വേറൊരു ബ്രദർ എന്നെ വിളിച്ചു. സെമിനാരിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് ഈ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്, പപ്പായുടെ ഫോണിലാണ് വിളിക്കുന്നത്, താല്പര്യമുണ്ട്. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ രാവിലെ തിരുവനന്തപുരത്ത് പിതാവിൻ്റെ അടുത്തെത്തണം, ഒരു ഇൻ്റർവ്യൂ അങ്ങനെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ധ്യാനത്തിന് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളത് വരാൻ പറഞ്ഞു. അത് പെട്ടെന്നായിരുന്നു. അപ്പോൾ പപ്പ അന്നേരം തന്നെ പറഞ്ഞാൽ പിന്നെ നാളെ രാവിലെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പോയി തിരുമേനിയെ കണ്ടു. അപ്പോൾ തിരുമേനി അച്ഛൻ അന്നത്തെ റെക്ടർ, ഞാൻ നേരത്തെ ധ്യാനത്തിന് പോയപ്പോൾ റെക്ടറച്ചൻ തന്നെയായിരുന്നു അന്നും. അപ്പോൾ റെക്ടറച്ചൻ പറഞ്ഞു, ഈ ആൾ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്, എനിക്കറിയാം. അപ്പോൾ പിതാവിനോട് പറഞ്ഞാൽ നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ വെച്ച് തന്നെ എന്നെ സെമിനാരിൽ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും സെമിനാരിൽ ജോയിൻ ചെയ്യാനാണ് പറയുക. പിന്നെ അധികം സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇത് മമ്മിയോട് പറയണം, ബന്ധുക്കളോട് പറയണം, എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ എങ്ങനെ പറയും? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള പ്രിപ്പറേഷനൊക്കെ വേണം. അധികം ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ പപ്പ ഇങ്ങനെ പറഞ്ഞു, മമ്മിയോട് പറയണ്ടേ? അപ്പോൾ മമ്മിയോട് പറഞ്ഞു. മമ്മി ഇത് അറിഞ്ഞു, മമ്മിക്ക് സങ്കടമുണ്ട്, ഇത് എങ്ങനെ പറയും എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ മമ്മിയോട് പറഞ്ഞു, മമ്മിക്ക് പ്രയാസമുണ്ടെന്ന് അറിയാമെങ്കിലും ഞാനങ്ങ് പോകുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്ത് സെമിനാരിലേക്ക് പോവുകയായിരുന്നു. അപ്പം സെമിനാരിൽ ചെന്നപ്പം അമ്മയുടെയൊക്കെ പറഞ്ഞ പോലെ സെമിനാരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. സെമിനാരിൽ ചെല്ലുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടൊക്കെ ചെയ്യണം. അങ്ങനെ വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ടല്ലോ, അത് വന്നപ്പോൾ എനിക്കൊരു ചെറിയ പ്രയാസം. അപ്പം മമ്മിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. ഞാനിങ്ങനെ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് വെക്കേഷന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിനി പോകുന്നില്ലെന്ന് പറയും. അപ്പോൾ പപ്പയും മമ്മി അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. പപ്പയും മമ്മി പറഞ്ഞു, അങ്ങനെയല്ല, നീ ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു, ഈ ഒരു വർഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരു നല്ല തീരുമാനം എടുക്കണം, ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതനുസരിച്ച് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ പോകാൻ നേരം മമ്മി ഇങ്ങനെ പറഞ്ഞു, അപ്പം ഈ 8 നോമ്പ് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ പറഞ്ഞു, ഈ വർഷത്തെ നോമ്പ് നിനക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം എടുക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കും, നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചു ചെന്നപ്പോൾ എനിക്ക് യാതൊരു പ്രയാസമില്ല. കാര്യങ്ങളെല്ലാം പഴയതുപോലെ ആണെങ്കിലും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും നന്നായിട്ട് ജീവിച്ച് സെമിനാറിലെ പരിശീലനം എല്ലാം പൂർത്തിയാക്കാനും എനിക്ക് സാധിച്ചതായിട്ട് അതെപ്പോഴും ഞാൻ ഓർക്കുന്നത് മമ്മിയുടെ ഈ വാക്കാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ വർഷം ഞങ്ങൾ നോമ്പ് നോക്കുന്നത്, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളാം എന്നുള്ളൊരു വാക്ക്. അത് ഭയങ്കര ഒരു ബലമായിരുന്നു. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ ഒരു ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും. അപ്പോൾ അച്ഛനെ ഇൻസ്പയർ ചെയ്ത വിശുദ്ധരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സെമിനാരിൽ ചെന്നപ്പോൾ അവിടെ നമുക്ക് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കാനൊക്കെ തരും. അപ്പോൾ തീർച്ചയായിട്ടും അച്ചാച്ചനെയും അച്ചാച്ചനെയും പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അന്നേരം ഫ്രാൻസിസ് അസിസിയുടെ ജീവിതം വായിച്ചു. ഫ്രാൻസിസിയുടെ ജീവിതം ഭയങ്കര നമ്മളെങ്ങനെ ഒരു തീ പിടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതമാണ്. പിന്നീട് അച്ചാച്ചൻ്റെ ആ ഫ്രാൻസിസിയുടെ പുസ്തകം ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്തിൽ അച്ചാച്ചൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു ജീവചരിത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രാൻസിസിയുടെ ജീവിതം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ കൊച്ചുത്രേസ്യയുടെ ജീവിതം അന്ന് വായിച്ച് അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അങ്ങനെ സെമിനാരിയിൽ ഞങ്ങൾക്കിങ്ങനെ വായിക്കാൻ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളാണ് തരുന്നത്. അതുപോലെ അത് എഴുതുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതെല്ലാം ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു വിശുദ്ധരുടെയൊക്കെ ജീവിതം. അച്ഛൻ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ മാവേലിക്കര ഭദ്രാസനത്തിലൊരു വൈദികനാണ്. ഇവിടെ ഞാൻ താമസിക്കുന്നത് ഇവിടുത്തെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഇടവകയിലാണ്. അവിടെ തോട്ടപ്പള്ളി കാരിച്ചാൽ 2 ഇടവകളിലെ ശുശ്രൂഷയുണ്ട്. ചെറിയ ഇടവകളാണ്. അതോടൊപ്പം പ്രധാനമായിട്ടും എനിക്ക് രൂപതയുടെ കാറ്റഗസിസിൻ്റെ ചാർജുണ്ട്. സെൻട്രൽ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. അച്ഛാ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി. അതായത് അച്ഛനിപ്പോൾ പറഞ്ഞു വെച്ചൊരു സംഗതിയാണ്, അതായത് അമ്മയുടെ അടുത്തുനിന്ന് പോരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വീട്ടുകാരായിട്ട് നല്ലൊരു ഇമോഷണൽ അറ്റാച്ച് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ യുവാക്കളിലെ ഒരു ചെറിയൊരു ഭാഗം ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിളാണ്, അതായത് വീട്ടുകാരോട് പറയാൻ ഒരു മടി. അവർക്ക് വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, വീട്ടുകാരിനി അവരെ നിരുത്സാഹപ്പെടുത്തണമെന്നൊരു തോന്നൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ അച്ഛനിപ്പോൾ അതൊക്കെ ഫേസ് ചെയ്ത് ഇപ്പോൾ വൈദികനായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെയുള്ള യുവാക്കളോട് അച്ഛൻ എന്താ പറയാനുള്ളത്? ദൈവമാണ് നമ്മളെ വിളിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്കൊരു വഴി തുറന്നു തരും. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു വൈദികനാകാൻ ആഗ്രഹമുണ്ട് നമുക്ക് എങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമുക്കിതിനു വേണ്ടിയുള്ള വഴി തുറന്നു തരും. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാനീ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പപ്പായും മമ്മിയും കൂടെ വന്നിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായത്, പപ്പായ്ക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് വീടൊക്കെ നോക്കാനാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. പപ്പ കോഴിക്കോട് പോയതുകൊണ്ട്. അപ്പോൾ അന്നേരം ഞങ്ങളുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി. എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയിട്ട് കള്ളൻ എന്താണ് എടുത്തത്? എൻ്റെ റൂമിലുള്ള സാധനങ്ങൾ മാത്രം. കള്ളൻ പുറകിൽ കൂടെ കയറി അടുക്കളയിൽ കൂടെ കയറി പല റൂമിൽ പോകാൻ വരുന്ന വഴിക്കൊക്കെ പല സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്നാൽ അതൊന്നും എടുക്കാതെ എൻ്റെ റൂമിലുള്ള ആ റൂമിലോട്ട് കട്ടിലേ കിടന്ന ബെഡ്ഷീറ്റ് വരെ എല്ലാ സാധനങ്ങളും ഈ കള്ളൻ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം വിളിച്ചിട്ടും അവിടെ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അവിടെ നിർത്തി. പക്ഷെ അതൊന്നും ശരിയാകത്തില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കും ഞങ്ങളുടെ വീട്ടുകാർക്ക് നൽകുന്നതിന് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി അതനുസരിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. മെൽവിൻ ചേട്ടാ, ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പം ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതെന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേര് അച്ഛനായി. അപ്പോൾ ഇവരിങ്ങനെ അച്ഛനാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒരു അന്യൻ എന്ന നിലയ്ക്ക് രണ്ടുപേര് പോവാണല്ലോ. അപ്പോൾ മെൽവിൻ എങ്ങനെയായിരുന്നു? ഞാൻ മൂത്ത ചേട്ടനുമായിട്ട് ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഒത്തിരിയുണ്ട്. അപ്പം എൻ്റെ ഓർമ്മയിൽ മൂത്ത ചേട്ടൻ്റെ അവരുടെ ആശ്രമത്തിലുള്ള കുപ്പായൊടിയിലാണ് മൂത്ത ചേട്ടനുമായിട്ടുള്ള എൻ്റെ ഓർമ്മ, ആദ്യത്തെ ഓർമ്മ. പിന്നെ മൂത്ത ചേട്ടൻ ഇങ്ങനെ അവധിക്ക്, വലിയ അവധിക്കൊക്കെ ആ 10 ദിവസമൊക്കെ വന്നു. ആ ഒരു ജസ്റ്റ് ഓർമ്മയേ ഉള്ളൂ വളർന്നു വന്ന കൂട്ടത്തിൽ. പിന്നെ രണ്ടാമത്തെ ചേട്ടനുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമത്തെ ചേട്ടൻ പോകുകയെന്ന് പറഞ്ഞപ്പം അങ്ങനൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. ഈ സെമിനാരി പോയി ആദ്യം ഒന്ന് പോയിട്ട് തിരിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നു, അതൊന്നും അങ്ങനെ ഓർമ്മയില്ല. +2 കഴിഞ്ഞ് പോയപ്പം ചേട്ടൻ +2 പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം മമ്മിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ പോകുന്നു വരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ചേട്ടൻ പോകുന്നതിൻ്റെ ആ സമയത്ത് വീട്ടിലെല്ലാവരും കൂടെ മീറ്റിംഗ് ഒക്കെ കൂടി ചേട്ടനെ വിടരുത്, ഒരു തരത്തിൽ പോകാൻ സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞ് വലിയ ആലോചന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ചേട്ടനെ ഞങ്ങളെന്തോ കളിച്ചിട്ട് അടിയിട്ടിരിക്കുന്ന സമയത്ത് മൂത്ത ചേട്ടൻ അന്ന് അച്ഛനായിട്ടില്ല, ഷമ്മാശനായിരുന്നു, വീട്ടിൽ വരും. എടാ നീ പോവാ, നിനക്കും പറയാൻ അവകാശമുണ്ട്, അവനെ ആ സെമിനാരി വിടണോ, എങ്ങനെ വിട്ടാലും പോട്ടെ, അങ്ങ് പോയാൽ മതി പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി, ഞാനിങ്ങനെ വളർന്നു വന്നപ്പോൾ 2 അച്ഛന്മാരുടെ അനിയൻ, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പം എന്നെ അതൊത്തിരി സ്വാധീനിച്ചു. ഇപ്പോൾ 2 അച്ഛന്മാരുടെ അനിയൻ എങ്ങനെ ജീവിക്കണം, നാട്ടുകാർ അല്ലെങ്കിൽ കൂടെ ഉള്ളവർ എങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നൊരു അളവ് പോലെ എങ്ങനെയോ എൻ്റെ മനസ്സിൽ കയറി. അതുകൊണ്ട് വീട്ടിലെ ഒരു ഫോർമേഷനും മാറ്റമൊന്നുമില്ല. അപ്പം പള്ളിയോട് കൂടെ ഇടപെടാനും സഹകരിക്കാനും ആത്മീയതയിലൊക്കെ ഒത്തിരി വളരാനും കൂടുതൽ ഇടയായി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ, ഇപ്പോൾ 2 അച്ഛന്മാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മൈൻഡ് എന്താണ്? വളരെ സന്തോഷം. അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മൂത്ത ചേട്ടൻ്റെ പട്ടവും പുത്തൻ കുർബാനയൊക്കെ. അപ്പം എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങുന്നു. അപ്പം ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോൾ 2nd ഇയറിലായിരുന്നു 2ാമത്തെ ചേട്ടൻ്റെ പുത്തൻ കുർബാനയും പട്ടവും. അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ഒരുങ്ങുന്നു. പിന്നീട് പ്രാർത്ഥനയും ഈ ചേട്ടന്മാർ പറഞ്ഞ പോലെ തന്നെ വിശുദ്ധരുടെ ജീവിതം അത് ഒത്തിരി ആകർഷിച്ചു. പ്രത്യേകിച്ച് ബോബി അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. അപ്പോൾ അതിലൂടെ ഫ്രാൻസിസ് അസീസി അറിഞ്ഞു. പിന്നെ ഒത്തിരി വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ വായിച്ചു. അങ്ങനെ ഒരു ആത്മീയത. ഞാനിപ്പം ശാലോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പപ്പ ശാലോമിനോട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നു. ശുശ്രൂഷയ്ക്കൊക്കെ പോകുമായിരുന്നു, വചനോത്സവവും ശാലോമും. അതുകൊണ്ട് ശാലോമിലുള്ളവരൊക്കെ ഫെസ്റ്റിവലൊക്കെ നടത്താനൊക്കെ വീട്ടിൽ വരുമ്പം മമ്മിയും പപ്പായും എല്ലാം പറയും, ഇവനെ നിങ്ങളോട് വിടുക. അപ്പം അന്നേ ഇങ്ങനെ മനസ്സിലൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ സുവിശേഷം. അപ്പം എൻ്റെ ലോകം ഇതാണ്. അപ്പോൾ ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം കർത്താവെല്ലാം നടത്തി, അതാണ് സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കാൻ. ചേട്ടൻ ഇപ്പോൾ ശാലോമിൽ എന്ത് ചെയ്യണം? ഞാനിപ്പം പ്ലേ ഔട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്.
അവിടെ ബാക്കി TV ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി ദൈവ ശുശ്രൂഷ ചെയ്യുന്നു. പുതിയ കാലഘട്ടത്തിൻ്റെ അതിൻ്റെ തീഷ്ണതയിൽ TV-യിലൂടെ നല്ല കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതിൽ സന്തോഷം. അപ്പച്ച, നേരത്തെ അപ്പച്ചൻ പറയുകയുണ്ടായി ഇങ്ങനെ സെമിനാരിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരേണ്ട വന്നപ്പോൾ അപ്പച്ചന് ഉള്ളിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പച്ചൻ്റെ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ അപ്പച്ചൻ എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം 2 മക്കൾ വൈദികർ, ഒരു മോൻ ശാലോമി ശുശ്രൂഷ. ഞങ്ങൾ 2 പേരും സുവിശേഷ വേലയിൽ പ്രാബല്യമാണ്, കൈവപ്പൊക്കെ കിട്ടിയതാണ്. ഇപ്പോൾ കുടുംബസമേതം ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ സാഹചര്യം കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഇതുകൂടാതെ തന്നെ ഞാൻ ശാലോമും വചനോത്സവം അങ്ങനെയുള്ള സുവിശേഷ വേലകളിലൊക്കെ പോയി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ അതിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഒരുപാട് കിട്ടുന്നുമുണ്ട്. അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ, കുടുംബത്തോടെ ഇപ്പോൾ എല്ലാവരും ശുശ്രൂഷ ചെയ്യാൻ അപ്പച്ചൻ തന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ദൈവവേല ചെയ്യുക എന്നുള്ളതാണ് ഓരോ അൽമായൻ്റെയും കടമ. അത് ഒരു പ്രത്യേക ദൈവവിളിയാണ്. ആ വിളി നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് വഴി തുറന്നു തരുന്നതാണ്. ഞാൻ ഈ വചനോത്സവം മാസികയൊക്കെ പ്രചരിപ്പിച്ച് കൊടുക്കാനും ശാലുമൊക്കെ പ്രചരിപ്പിച്ച് കൊടുക്കാനും കാരണം, ഞാൻ കോട്ടയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു വചനോത്സവം ശാലുമൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി. അത് വായിച്ചപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ഞാൻ അതിൻ്റെ ശുശ്രൂഷയിലേക്ക് വളർന്നു. അങ്ങനെ ദൈവം നമ്മളെ നയിക്കുന്നു. ആ രീതിയിലേക്ക് നമ്മൾ പോകാനായിട്ട് പ്രത്യേക താല്പര്യം ദൈവം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ. അപ്പച്ചൻ പറഞ്ഞ പോലെ അന്ന് അപ്പച്ചൻ ദൈവവിളി സ്വീകരിക്കാൻ പറ്റാത്തതിൽ വിഷമം ഇന്ന് അപ്പച്ചന് മാറിയിട്ടുണ്ട്. മാത്രമല്ല അന്ന് ഒരാളുടെ സ്ഥാനത്ത് ഇപ്പോൾ 5 പേരാണ് ദൈവശുശ്രൂഷ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.